നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഡോക്ടർ KM ജോർജിൻ്റെ നോർത്ത് കൊറിയയിലെ ചില ജീവിതാനുഭവങ്ങളൊക്കെയാണ്. പക്ഷേ അതിനേക്കാളും കാര്യമായ അനുഭവങ്ങൾ, അതായത് വെടിവീഴ്ചയുടെ നടുവിൽ ജീവിക്കേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ പപ്പുവ ന്യൂഗിനിയിലുമൊക്കെ ദീർഘകാലം കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അത്തരം കാര്യങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെയും അതുപോലെ ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും ഒക്കെ എന്താ പറയുക പ്രതിനിധിയായിട്ടാണ് ഇത്തരം രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം അവരുടെ പല കാര്യങ്ങളിലും, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പദ്ധതി നിർവഹണങ്ങളുടെ മേൽനോട്ടം, അത്തരം പല കാര്യങ്ങൾക്കായിട്ടാണ് അദ്ദേഹം ഇത്തരം രാജ്യങ്ങളൊക്കെ ജീവിച്ചത്. അപ്പം തുടർന്ന് നമുക്കിനി കേൾക്കാൻ പോകുന്നത് പപ്പുവ ന്യൂഗിനി അതുപോലെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോർത്ത് കൊറിയയുടെ കഥ കഴിഞ്ഞു. അടുത്തത് ഈ പറഞ്ഞ പോലെ പപ്പുവ ന്യൂഗിനി. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ അറിയാത്ത ഒരു രാജ്യം തന്നെയായിരിക്കും. അത് പസഫിക് ഓഷനിലുള്ള ഒരു രാജ്യമാണ്. അത് ഈ പറഞ്ഞ പോലെ 75 സ്വതന്ത്രമായി, അല്ലേ? ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു, അല്ലേ? അങ്ങനെ. പക്ഷേ അവിടുത്തെ കാര്യം കേട്ടിരിക്കുന്നത് ഇപ്പോഴും മാനിറ്റേഴ്സ് ഉണ്ട് അവിടുത്തെ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതുപോലെ അവിടെ എനിക്ക് 1-2 സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന അവിടുത്തെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് മരവുരിയും ഇല കൊണ്ട് ഒക്കെ മറച്ച ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ നടക്കുന്നതെന്നൊക്കെ. അങ്ങനെയുള്ളൊരു രാജ്യമായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ വലിയ ഫ്ലൈറ്റ് ടിക്കറ്റാണ്. കാരണം അധികം ഫ്ലൈറ്റുകളൊന്നും അവിടുത്തെ പോർട്ട് മോഴ്സ്ബി എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ഇല്ല. അതുകൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല. എങ്ങനെയാണ് സാർ അവിടെ എത്തിപ്പെട്ടത്? എന്തായിരുന്നു അവിടുത്തെ അനുഭവം? അവിടെ 2 വർഷം ഉണ്ടായിരുന്നു, അല്ലേ? അല്ല, അവിടെ മൊത്തം 5 വർഷം. 5 വർഷം ഉണ്ടായിരുന്നു. എന്താണ് ഞാൻ ഈ കേട്ട പോലെയൊക്കെ തന്നെയാണോ പപ്പുവ ന്യൂഗിനിയ? കുറേയൊക്കെ ശരിയാണ്, മുഴുവല്ല, അങ്ങനെയല്ല. ഈ പപ്പുവ ന്യൂഗിനി എന്ന് പറയുന്നത് സൗത്ത് പസഫിക്കിലെ ഓസ്ട്രേലിയയുടെ ഡാർവിൻ്റെ കിഴക്ക് വശം, ഇന്തോനേഷ്യയുടെ തെക്ക് വശം, അല്ലെങ്കിൽ പപ്പുവൻ ഭാഗത്തുള്ള ഇന്തോനേഷ്യൻ്റെ തെക്ക് വശത്തുള്ള ഒരു രാജ്യമാണ്. ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡൻറ്റ് ഡെമോക്രാറ്റിക് ഒരു 100% ക്രിസ്ത്യൻ രാജ്യമാണ്. കാരണം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ വരുന്ന രാജ്യവും കൂടിയാണിത്. അവർ നല്ലൊരു പാർലമെൻ്റ് ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും നമുക്കുള്ളതുപോലെ അസംബ്ലീസ് ഉണ്ട്. വെൽ സെറ്റ്, ആ ഭാഗത്തിൽ അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡാണ്, വെൽ സെറ്റിൽഡാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് പേരുന്ന വേറെ പേരുണ്ട്. പപ്പുവ ന്യൂഗിനി അല്ലെങ്കിൽ PNGക്ക് ലാൻഡ് ഓഫ് ദി അൺഎക്സ്പെക്റ്റഡ്. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ദി ലാൻഡ് ഓഫ് ദി അൺഎക്സ്പെക്റ്റഡ്. എന്തും പ്രതീക്ഷിച്ചോളാം, എന്തും സംഭവിക്കാം. അതുപോലെ വോൾക്കാനോ ഇറപ്ഷൻ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും വോൾക്കാനോ തീ തുപ്പുന്നത്. മുന്നറിയിപ്പൊക്കെ ഉണ്ടാകാറുണ്ടോ? എവിടെ? ഒന്നുമില്ല. കാരണം അതിൻ്റെ കഥയൊക്കെ പലതുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഈ പപ്പുവ എന്നുള്ളത് ഒരു മെയിൻ ഐലൻഡും ന്യൂഗിനി എന്നുള്ളത് ഒരു ഈസ്റ്റേൺ ഭാഗത്തുള്ള ഒരു 60% മൊത്തത്തിൽ 700 ദ്വീപുകളായത്. ഇത് ഇൻഹാബിറ്റഡ്, അൺഇൻഹാബിറ്റഡ് ആണ് അതിലേറെ കൂടുതലുള്ളത്. അതിൽ ഈ പപ്പുവൻ്റെ ഭാഗത്താണ് വരുന്നത് ഈ പോർട്ട് മോസ്ബി, മാണൂസ്, മിലിൻബേ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. മറ്റത് വരുന്നത് ലാൻഡ് ലോക്ക്ഡ് ആണ് ഈ ഹൈലൻഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും. അത് ഇന്തോനേഷ്യയായിട്ട് ബോർഡർ ഉണ്ടല്ലേ? ഉണ്ട്, കാടിൻ്റെ ബോർഡർ ഉണ്ട്, ഇന്തോനേഷ്യ ബോർഡർ ഉണ്ട്. അതിനകത്താണ് ഈ മനുഷ്യ തിന്നുമെന്ന് പറയുന്നവരുള്ളത്. ആൾക്കാർ തിന്നുന്നു. മാനിറ്റേഴ്സ് എന്ന് പറയുന്ന കാനിബോളിസം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്നാണ് ലേറ്റസ്റ്റ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഞങ്ങളുള്ള സമയത്തായിരുന്നു ഞങ്ങൾക്ക് സേഫ് ആയിരുന്നു. ഇപ്പോൾ പ്രശ്നം അവർ അങ്ങനെയല്ല. അവിടെ പോവർട്ടി എമംഗ് പ്രോസ്പെരിറ്റി. കാശുള്ളവരുടെ ഇഷ്ടം പോലെ കാശ്. ബഹുഭൂരിപക്ഷം ആൾക്കാരും പണമില്ല. കാശുള്ളവൻ്റെ കാശ് എവിടെ നിന്നാണ് വരുന്നത്? എന്തിൽ നിന്നാണ്? ബിസിനസ്സാ? കോപ്പർ, ഇവിടെ പ്രധാനപ്പെട്ട ഗോൾഡ്, ഈ 2 മൈനിങ് ഉണ്ട്. ആദ്യകാലത്ത് കുറച്ച് നാൾ ഇവർ ഡച്ചുകാരുണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു. നമ്മുടെ ഇന്ത്യൻ സോൾജിയേഴ്സ് സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ചവരുടെ കബറിടങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ രാമൻ നായർ, നായരൊക്കെ ഉണ്ട്. നായന്മാർ പണ്ടേ വലിയ സൈനികരാണല്ലോ. ആ ടൂം സ്റ്റോണിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ച ആദ്യമായിട്ട് ഞാൻ പോവാണ്, ഞാനായിരിക്കും ആദ്യം ചെല്ലുന്നത് നായരെന്ന്. അപ്പം അങ്ങനല്ല, പണ്ട് യുദ്ധം ചെയ്ത് മരിച്ച നായന്മാർ വരെ ഉണ്ട്. അപ്പം അതുണ്ട്. പക്ഷേ ഈ എയർപോർട്ട് തീരെ ചെറിയ എയർപോർട്ടാണ്. പക്ഷേ പ്യോങ്യാങ്ങിലെ എയർപോർട്ടിൻ്റെ കാലം ഭേദമാണ്. പുതിയ എയർപോർട്ട് ഡെവലപ്പ് ചെയ്തത് ഒരു ഇന്ത്യക്കാരനാണ്, അമർ വിനായക്. എൻ്റെ ഫ്രണ്ട് അമർ വിനായക്, അമറും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേം, അവരവിടുത്തെ അറിയപ്പെടുന്ന ഒരു കപ്പിളാണ്. ഇവർ കെനിയൻ സിറ്റിസൺസാണ്. ഇപ്പോൾ അവർ UK-ലാണ്. അപ്പോൾ ഇദ്ദേഹമായിരുന്നു പ്രധാനപ്പെട്ട എഞ്ചിനീയർ. സാർ പോയത് എന്തിനായിരുന്നു? എന്തായിരുന്നു? ഞാൻ പോയത് അവിടുത്തെ ഗവൺമെൻറ് ഓഫ് പപ്പുവ ന്യൂഗിനിക്ക് ദേ വർ ലുക്കിംഗ് ഫോർ ആൻ അഡ്വൈസർ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ മോണിറ്ററിങ് ഇവാലുവേഷൻ അവർക്ക് ഇഷ്ടം പോലെ ADB ഫണ്ട് വരുന്നുണ്ട്, UN ഫണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ
ഈ ഒരു കോടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്ര വരെ പോകുന്നുണ്ട്, എത്ര കണ്ട് ലീക്കേജ് ഉണ്ട്. പപ്പുവ ന്യൂഗിനിയുടെ ഒരു പ്രശ്നം നല്ല കറപ്ഷനുള്ള രാജ്യമാണ്. നമ്മൾ വിചാരിക്കും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കറപ്ഷൻ. അതൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഫോറിൻ അസിസ്റ്റൻസ് കിട്ടുന്നത് 100 കോടി എന്ന് വിചാരിക്കുക. ഏതാണ്ട് ഒരു 700 കോടിയെങ്കിലും ഈ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പോകുന്നുണ്ട്. പപ്പുവ ന്യൂഗിനിയിൽ അങ്ങനെയല്ല. 100 കോടി 100 കോടി വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 50 കോടിയെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കിട്ടും. ബാക്കിയുള്ളതൊക്കെ പൊളിറ്റീഷ്യൻസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ഇൻ ബിറ്റ്വീൻ അതൊക്കെ ഷെയർ ചെയ്ത് പോകും. നമ്മുടെ നാട്ടിലെ ഈ റോഡ് ടാർ ചെയ്യുന്നില്ലേ, അതേപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോവുകയാണ്. പിന്നെ വൺ ടോക്ക്, WANTOK, വൺ ടോക്ക്, ദ വൺ ഹു സ്പീക്സ് ദ സെയിം ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പപ്പുവ ന്യൂഗിനിയിലുണ്ടെങ്കിൽ ഒരു ചോദിക്കും, ഓ നർപ്പളമാൻ യു വൺ ടോക്ക്, നെക്സ്റ്റ് മാൻ നിൻ്റെ വൺ ടോക്കാണ്, നിൻ്റെ സ്വന്തക്കാരനാണെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ഭാഷ സംസാരിക്കുന്നവരെല്ലാം വൺ ടോക്കാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഹൈലാൻഡ്സിൽ നിന്ന് മൗണ്ട് ഹാഗൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നോ സീപിക് എന്ന സ്ഥലത്തു നിന്നോ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ആ സംസ്ഥാനത്ത് വരുന്നവരെല്ലാം വൺ ടോക്സാണ്. വാട്ട് ഹാപ്പൻസിനോ നാഷണൽ ക്യാപിറ്റലാണ് പപ്പുവ ന്യൂഗിനി, പോർട്ട് മോസ്ബി. അങ്ങോട്ടാണ് ആൾക്കാരെല്ലാം ഫ്ലൈറ്റിങ് വരും. സ്വന്തക്കാർ വരുമ്പോഴത്തേക്കും കുറച്ച് റൈസും കുറേ കോൺഫ്ലോറും കുറേ ഈ പന്നിയിറച്ചിയൊക്കെ കൊണ്ടുവരും ഉണങ്ങിയത്. വന്നു കഴിഞ്ഞ് താമസിക്കുന്നത് എവിടെയാണ്? ഈ സ്വന്തക്കാരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവന് തന്നെ ഉണ്ട് അവൻ്റെ വീട്ടിൽ ചുരുങ്ങിയത് 5-6 പിള്ളേർ. അവർക്ക് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം ഇല്ല. പക്ഷേ ഐലൻഡ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, പൊളിഗമിയുണ്ട്. വന്നു കഴിഞ്ഞാൽ നേരെ വന്നു, ഇവൻ ഗവൺമെൻറ് സെക്രട്ടറി ആണെങ്കിലും താമസിക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അവനെ ഔട്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിഗ്മ ഉള്ളത് കൊണ്ട് എല്ലാവരും താമസിക്കുന്നു. സോ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പ്രോബ്ലം? ഇവൻ്റെ 1-2 ടോയ്ലറ്റേ ഉണ്ടാവുള്ളൂ. ഈ ടോയ്ലറ്റിലേക്ക് വരുന്നേ എത്ര പേരെ വരുന്നതെന്നറിയോ? നാട്ടിൽ നിന്ന് വരുന്നത് 10 പേര് 15 പേരെ വരും. അവർ വന്ന് ഒരു ദിവസമൊന്നുമല്ല. നമ്മുടെ ഇവിടെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈജുവിൻ്റെ അടുത്ത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകാട്ടോ, അല്ലാണ്ട് ബൈജു അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ പോകുന്നില്ലെന്ന് ചോദിക്കാൻ പറ്റില്ല. നോ, അത് അവരുടെ കസ്റ്റംസിൽ ഒരിക്കലും അംഗീകരിക്കുന്ന സംഗതിയല്ല. വൺ ഡോക്സ് വന്നു, അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ അവർക്ക് ഈ മുമ്മും എന്ന് പറയുന്ന ആഹാര സംഗതിയുണ്ട്. അതായത് കോഴിയിറച്ചി, പന്നിയിറച്ചിയെങ്കിൽ പന്നിയിറച്ചി, പോത്തെങ്കിൽ പോത്ത്, കാള, അതെല്ലാം വെച്ചിട്ട് അവർ ഒരു വലിയ, നമ്മൾ അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ശവദാഹം നടത്തുന്നില്ലേ, ഭംഗിയായിട്ടത് വെള്ളാരങ്കല്ല് വയ്ക്കും. വെള്ളാരങ്കല്ല് 2 നിര വെച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ തീയിടും. തീയിട്ട് കഴിഞ്ഞിട്ട് വാഴയില കണ്ടമാനം വെട്ടിയിടും. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വെള്ളാരങ്കല്ല് വയ്ക്കും. അടിയിൽ നിന്ന് ഈ ഫാൻ പോ സംഗതിയുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ മസാല, വലിയ മസാലയൊന്നുമില്ല, ഇതൊക്കെ വെച്ചിട്ടുള്ള ഇറച്ചി വിട്ടേക്കും. അതിൻ്റെ കപ്പ, മരച്ചീനി അതും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കും. യാമുണ്ട്, നമ്മുടെ കാച്ചിൽ, ചേമ്പ്, ചേന ഇതെല്ലാം വയ്ക്കും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ച ഇല നമുക്കിവിടെ ഇല്ലാത്തതാണ്, അതും കൂടെ ഇലയ്ക്ക് ഇട്ടിട്ട് അത് മേലെ ഈ വീണ്ടും ഇലയിട്ടു. ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ള ഭക്ഷണമായി. ആ മുമ്പും കഴിച്ചു കഴിഞ്ഞാൽ ആ കൂടെ തന്നെ ഈ ക്യാൻ ബിയർ ഉണ്ടാവും. ബിയർ കഴിക്കാത്ത ആൾക്കാരില്ല അവിടെ. അത് ഏത് പള്ളിയിലെ അച്ഛനാണെങ്കിലും മെത്രാനാണെങ്കിലും അത് കഴിച്ചിരിക്കണം. അത് അവിടെ ഉണ്ടാക്കുന്ന ബിയറുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ബിയറുണ്ട്. അപ്പം ഈ ഞാനിപ്പോൾ വായിച്ചറിഞ്ഞതൊക്കെ ഒട്ടും സേഫ് അല്ലാത്ത രാജ്യമാണെന്നാണ്. അങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം 95 വരെ ഇറ്റ് വാസ് റീസണബിളി സേഫ്. പക്ഷേ വീക്കെൻഡ്സിൽ നിങ്ങളുടെ കൂടെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ, ഭാര്യയോ മകളോ സഹോദരിയോ ആണെങ്കിൽ അവരുമായിട്ട് ഉച്ച കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിന് പോകരുത്. കാരണം അവർക്ക് സ്വർണ്ണമോ വാച്ചോ വാലറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകരുത്. അവർക്ക് മറ്റൊന്നും വേണ്ട. അവരുടെ വ്യത്യസ്തമായ ഒരു സ്ത്രീയെ കണ്ടാൽ, ഒരു സുന്ദരിയെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളെയും വേണ്ട, അവരെ പിടിച്ചോണ്ട് പോകും. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ വീട്ടിൽ കൊണ്ട് അവിടെ വിട്ടേക്കോ എവിടെയെങ്കിലും. അത് ശരി. ഉദാഹരണത്തിന് പ്രൊഫസർ കുണ്ടു കൽക്കട്ടയിൽ നിന്ന് വന്ന ബംഗാളി പ്രൊഫസറാണ്. അയാൾ യൂണിവേഴ്സിറ്റി ഓഫ് പപ്പുവ ന്യൂഗിനി പോർട്ട് മോസ്ബിയിൽ വന്നു. അയാളുടെ ഭാര്യ അവിടെ വന്നതിന് ശേഷം പ്രസവിച്ചു, ആദ്യത്തെ പ്രസവം. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ
ക്വാർട്ടേഴ്സ് താമസിക്കുന്നു. യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ വേണ്ടി പോകണം. ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഈ കതക് തുറന്നിട്ട് ഈ ക്ലോത്ത് ലൈനിലേക്ക് തുണി ഇടാൻ വേണ്ടിയിട്ട് തുണി ഇടാൻ വേണ്ടി പോയി. അകത്ത് കുഞ്ഞ് കിടക്കുന്നു, തൊട്ടിൽ കിടക്കുന്നു. തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ഈ കതകിൻ്റെ പുറകിൽ ഒരാൾ പതുങ്ങിയിരുന്നു, ഇവരറിഞ്ഞില്ല. ഇവനകത്തുനിന്ന് കതക് അങ്ങ് കുറ്റിയിട്ടു, റേപ്പ് ചെയ്തു. അയാൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞല്ലോ. ഇവരാകപ്പോഴേ ഈ പൂൾ ഓഫ് ബ്ലഡ് അവിടെ കിടക്കുന്നു. ഉടനെ വൈസ് ചാൻസലർ അറിയിക്കുന്നു. ഇന്ത്യൻ ഒരു ടോണി ഫെർണാണ്ടസ്, ഒരു ഇന്ത്യൻ പ്രൊഫസർ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടിയിട്ട് ഇപ്പോൾ പോലീസിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രശ്നം എന്നാണെന്നറിയോ, ഇവനെ പിടിച്ചുകൊണ്ട് പോകും ആരാച്ചിൽ. പിന്നെ അവൻ്റെ ഒരു മറ്റ് ഫ്രണ്ട്സ് വരും, നമ്മുടെ ലൈഫ് ദുഷ്കരമാക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നാരായൺ മുഖർജി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ബംഗാളിയാണ്. ഇവൻ എന്തോ ഇഷ്ടമല്ലാത്തൊരു സംഗതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടുത്തുകാരനോട് പറഞ്ഞിട്ട്, നാരായൺ മുഖർജി ഫസ്റ്റ് ഫ്ലോറിലാണ് അവൻ്റെ ഓഫീസ്. അവനെ അവിടെ നിന്ന് ചവിട്ടി തൊഴിച്ച് സ്റ്റെയർ കേസ് കൂടെ തൊഴിച്ച് താഴ്ത്ത് വന്നിട്ട് അവൻ പിറ്റേ ദിവസം പോരേണ്ടി വന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ബൈജു കാർ ഓടിക്കുന്ന ആളാണ്, നമുക്ക് ബൈജു കാറിൻ്റെ പ്രേമമുള്ള ആളാണല്ലോ. ആരെങ്കിലും ബൈ മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അവൻ ആ പെഡസ്ട്രിയൻ ഭാഗത്തേക്ക് കാല് വെച്ചെന്ന് വിചാരിക്കുക, അവിടെ വണ്ടി നിർത്തിക്കണം. ഒന്ന് അല്ല, അവനെ മുട്ടി കാർ തട്ടി, നേരെ എന്ത് ചെയ്യണം? നിർത്തരുത്, നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. എന്നിട്ട് പറ്റുമെങ്കിൽ അന്നത്തെ അവൈലബിൾ ഫ്ലൈറ്റിന് നാട്ടിൽ വിട്ടേക്കുക, നാട്ടിൽ പോവുക, അല്ലെങ്കിൽ പോയി രക്ഷയും. അവൻ്റെ ഒരു പന്നിയെ നമ്മൾ ഇടിച്ചെന്ന് വിചാരിക്കുക, വണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി നമ്പർ അവൻ കണ്ടുപിടിച്ചെങ്കിൽ ഉറപ്പായിട്ട് വന്ന് അവൻ കോമ്പൻസേറ്റൻ വാങ്ങിക്കും, അല്ലെങ്കിൽ പേ ബാക്ക് എന്ന് പറയും. പേ ബാക്ക് മീൻസ് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ജീവന് ജീവൻ. പന്നിയുടെ ജീവൻ നമ്മുടെ ജീവൻ എടുക്കും, ഉറപ്പാണ്. അതുകൊണ്ട് പപ്പുവ ന്യൂഗിനി പോകുന്നതിന് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പേ ബാക്ക് എന്ന സംഗതി ഉണ്ട് എന്നും, രണ്ടാമത് നിങ്ങൾ വളരെ മാന്യനായിട്ട് പെരുമാറിയേ പറ്റുള്ളൂ എന്ന് ചെയ്യണം. മൂന്നാമത് അവിടെ ചെല്ലുമ്പോൾ പറയുവർ, ഒരിക്കലും എത്ര സീനിയർ ലെവൽ ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ തന്നെയും നിങ്ങളുടെ വീട്ടിലേക്ക്, താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും ഫ്രണ്ട്സിനെയും വിളിച്ച് വരുത്തരുത്. വരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ബിയർ കൊടുക്കരുത്. 3 ബിയർ കഴിച്ച് കഴിയുമ്പോൾ ഹൈനിക്കൻ ക്യാനിലാണ് വരുന്നത്, അവൻ്റെ ശരിയായ ട്രൈബൽ ആ ഗോത്ര സ്വഭാവം വരും. പിന്നെ അടുത്ത് നിൽക്കുന്നത് അമ്മയാണോ പെങ്ങളാണോ മകൾ, യാതൊരു നോട്ടവുമില്ല. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ 5 വർഷം ജീവിക്കുമ്പോൾ വൈഫ് കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അത്ഭുതകരമായ സംഭവം ഉണ്ടായി. ഞാനും വൈഫും കൂടെ, അപ്പം ഞങ്ങൾ അവിടെ ഒരു ചർച്ച് ഓഫ് പപ്പുവ ന്യൂഗിനി ഉണ്ട്, ഒരു ഹ്യൂജ് സ്ഥലമാണ്. 5000 പേരാണ് അവിടെ സൺഡേ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്നു തലേദിവസം. അപ്പോൾ അവിടെ 2 പെൺപിള്ളേർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരെ വിളിച്ചു, ഡോക്ടർ പ്ലീസ് ഡ്രോപ്പ് അസ്. അവർ കൊയറിൽ പാട്ട് പാടുന്ന പിള്ളേരാണ്. പ്ലീസ് റിഹേഴ്സൽ. എൻ്റെ ടൊയോറ്റ വണ്ടിയാണ്. അവിടെ ചെന്ന് ആ പള്ളിയുടെ തൊട്ട് മുൻവശം ചെന്നപ്പോഴത്തേക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഈ പെൺകുട്ടികൾ പറഞ്ഞു, മാം പ്ലീസ് കം ടു ദ ചർച്ച് ഇൻസൈഡ് വിത്ത് അസ്. ഫ്രൈഡേ ഈവനിങ് ആണ്, വെരി അൺസേഫ്. എവിടെ നിന്ന് ഒരു 3-4 കള്ളുകുടിയന്മാർ അവിടുത്തെ വന്നു. ബ്രോ, വെർ ഈസ് യുവർ വൈഫ്? She has gone. Where has she gone? Where? Here. കാണുന്നില്ല. Okay, she was a bishop. We saw her. She's a beautiful woman. Yes, she has gone. So what has happened to the car? No, yes. Oh, okay. അവന്മാർ എവിടെ നിന്നാണെങ്കിലും, ബുദ്ധിമാന്മാരാണെങ്കിൽ എന്താണെങ്കിലും കാറ് അവർ ശരിയാക്കി തന്നു. അത് കഴിഞ്ഞിട്ട്, oh yes bro, you can go. I'm going to the church because I want to pray there for some time. ഭാര്യ പള്ളിയിലുണ്ട്, അകത്ത് സേഫാണ്. കുറച്ച് കഴിഞ്ഞ് അവർ തന്നെ ആൾ വിട്ട് നോക്കി, മരെല്ലാം ഉണ്ടോ നോക്കി. പിന്നെ അവിടെ നിന്നൊരു പയ്യൻ എൻ്റെ കൂടെ വന്ന് അവൻ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് വേറൊരുത്തൻ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് ഹോട്ടലിൽ നിന്ന് നടക്കും. വിദേശികൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഭീഷണി? അവിടെയുള്ള സ്ത്രീകളുടെ കാര്യവും സ്വദേശികൾക്ക് ഇത് തന്നെയാണ്. ആണല്ലേ? ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഒരു മെയ്ഡുണ്ടായിരുന്നു, മേരി, അവിടുത്തെ കാര്യത്തിയാണ്, പ്രായമുള്ള സ്ത്രീയാണ്. അവർ വരുമ്പോഴത്തേക്കും എപ്പോഴും കയ്യിൽ കത്തി ഉണ്ടാവും. അപ്പോൾ ചോദിച്ചു, മേരി, what has happened? Master, we don't trust this one talks. Anything can happen there. അപ്പോൾ ഇനി വേറൊരു കഥ പറയാം. ഇവർക്ക് മദ്യപാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു ഓഫീസിൽ വരുന്നത്, ഓഫീസ് ആരംഭിക്കുന്ന 7:30.
എല്ലാവരും കൃത്യമായിട്ട് തന്നെ എത്തും. എൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, ബാർബറ, അവിടുത്തെ കാര്യമാണ്. അപ്പോൾ അവളിങ്ങനെ സ്ഥിരമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാർബറ, ലുക്ക്, യു ഹാവ് ടു ഗെറ്റ് സർട്ടൻ തിങ്സ് ഡൺ ഓൺ ടൈം, നോ ലീനിയൻസി ഓൺ യു. യെസ് ബോസ്, ഐ വിൽ ഡു ഇറ്റ്. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ എൻ്റെ റൂമിൻ്റെ അടുത്ത മുറിയിലായിരിക്കുന്നത്. ഞാൻ പിന്നെ ഇതേ പരിപാടി. ഞാൻ പറഞ്ഞു, ബാർബറ, വാട്ട് ഹസ് ഹാപ്പൻ ടു ഇറ്റ്? യെസ്, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ഞാൻ അവർക്കൊരു മെമ്മോ കൊടുത്തു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ നമ്പർ ഇവർക്ക് അറിയാം. ആരണ്ട് ഒരുത്തം വിളിച്ചിട്ട് വൈഫിനെ ഹരാസ് ചെയ്ത് തുടങ്ങി. കാരണം അന്ന് വൈഫ് ജോലിക്ക് പോകുന്നില്ലായിരുന്നു. ഹരാസ് ചെയ്ത് തുടങ്ങി. മിസ്, യു ആർ ഫ്രം ഇന്ത്യ, യു ആർ എ ബ്യൂട്ടിഫുൾ വുമൺ, വി ഹാവ് പുട്ട് അവർ ഐസ് ഓൺ യു. വിറകുണ്ടായ സ്ഥലം. ഒരെണ്ണം എന്ത് ചെയ്തു, ഞാൻ നമ്പർ മാറ്റി. നമ്പർ മാറ്റിയിട്ട് പിന്നെ അവന്മാരെ നമ്പർ. അപ്പോൾ ഒരിക്കൽ എൻ്റെ വൈഫിനെ ഇവൾ കണ്ട സമയത്ത് ചോദിച്ചു, മാം, യുവർ ടെലിഫോൺ ഈസ് എ ന്യൂ നമ്പർ. വൈഫ് മണ്ടത്തി പറഞ്ഞു, അത് പുതിയ നമ്പറുണ്ട് ബാർബറ. അത് കൊടുത്തു. വീണ്ടും ശല്യം. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ അവിടുത്തെ പഴയ ഓൾഡ് ടൈമേഴ്സിന് ചോദിച്ചു, വാട്ട് ഈസ് ദ വേ. അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുക. അപ്പോൾ ഞാനൊരു ബ്രാസിൻ്റെ സാധനം എടുത്ത് കൊടുത്തു. ബാർബറ, ദിസ് ഈസ് ഫോർ യു, യു ഡു ദ വർക്ക് വാട്ട് എവർ തിങ്സ് യു വാണ്ട്. അങ്ങനെ എൻ്റെ പൊന്നു സാറേ ഊരി. അതിക്കട്ടെ, ഇത് പറഞ്ഞ പോലെ 22 സംസ്ഥാനങ്ങളും ഒരു നാഷണൽ ക്യാപിറ്റൽ റീജിയനുണ്ട്. പോർട്ട് മോസ്ബി ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ഡിസ്ട്രിക്റ്റാണ്, NCD. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും എനിക്ക് യാത്രയുണ്ട്. അതുകൊണ്ട് ഈ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നത് സേഫാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, എക്സ്പാട്രിയേറ്റ്സ് താമസിക്കുന്ന എല്ലാ ഇവർ നേരത്തെ വീടുകളാണെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ മാർക്ക് ചെയ്ത് വെക്കും. ഇവർക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, കാശ് വേണം, പെണ്ണ് വേണം, കള്ള് വേണം. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് സേഫ് ടു ബി. നല്ല പലേഷ്യസ് ആയിട്ടുള്ള സായിപ്പ്മാർ താമസിച്ച് പണ്ട് പോയിട്ടുള്ള വീടുകളാണ്. മനോഹരമായ വീടുകളാണ്, വില്ലാസാണ്. വേണ്ട ഹോട്ടലാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ സെക്യൂരിറ്റി ഉണ്ട്, CC ക്യാമറയുണ്ട്. പ്ലസ് എനിക്ക് എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വണ്ടി എല്ലാ ദിവസവും ഉണ്ട്. എയർപോർട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട്, പോകുന്നു, ഞാൻ തിരിച്ചും പോരുന്നു. ഈ 22 സംസ്ഥാനങ്ങളിൽ ഞാൻ 17 സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. അവരുടെ ചില സീപിക് റിവർ, സീപിക് പ്രോവിൻസിലെ റിവറാണ് സീപിക് റിവർ, ഒരു ഹ്യൂജ് റിവർ. ഇതുപോലെ മുതലകളുള്ള നമ്മൾ വള്ളത്തിൽ പോയിട്ട് വല്ല കാരണവശാലും വള്ളം മറിഞ്ഞാൽ, ഈ ബോട്ട് മറിഞ്ഞെങ്കിൽ നോ, ദാറ്റ്സ് എ ഫീസ്റ്റ് ഫോർ ദി മുതല. ഈ തലസ്ഥാന സിറ്റി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോയ എന്തെങ്കിലും വികസനമൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടോ? ഈ ഓരോ സ്റ്റേറ്റ് ക്യാപിറ്റലുകളും വികസനമുണ്ട്. നമ്മൾ ഹൈലാൻഡിൽ പോയി കഴിയുമ്പോഴത്തേക്കും വീടുകൾ എങ്ങനെയാണെന്നറിയോ? വീടുകൾ അതിൽ കോസ്റ്റ് ഏരിയ പറയാം. കോസ്റ്റൽ ഏരിയയിൽ ഇങ്ങനെ കമ്പുകളിൽ നിർത്തിയിട്ട് ആ കമ്പിൻ്റെ മുകളിൽ ആണ് വീട് വയ്ക്കുന്നത്. മറ്റുള്ള തീരുമ്പോൾ അങ്ങനെയല്ല, നടുക്കൊരു തൂണുണ്ടാവും. ആ തൂണിൽ ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് ഈ പുല്ലും പോലെ മെയ്യാണ്, നമ്മുടെ കച്ചി പോലെ മെയ്യാണ്. അതിൻ്റെ അവിടെ തന്നെ പന്നികളെ വളർത്തി വരും ഐലൻഡ്സിൽ. ഈ പപ്പുവ സ്ത്രീകൾ സാധാരണ ഈ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന പോലെ ഈ പന്നിക്കുഞ്ഞുങ്ങൾക്ക് ഇവർ ഇത് മുല കൊടുക്കും. അതിൽ നമുക്ക് തോന്നുന്ന അല്പം കണ്ട ഐ ഹാവ് സീൻ ഇറ്റ്. അബ്സല്യൂട്ട്ലി നോർമൽ. ശരി. അപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് പന്നിക്കുഞ്ഞുങ്ങളെ. എൻ്റെ മുല കൊടുത്ത് വളർത്തിയ പന്നിയാണെന്നൊക്കെ പറയാം. ഇടപ്പള്ളിയിൽ വരുന്നു വിഗലാൻഡ് ഹോംസിന്റെ ലേറ്റസ്റ്റ് ലോഞ്ച്, വിഗലാൻഡ് ക്വീൻസ് പാർക്ക്. ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് ലോഞ്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ്. For more details, call 9746774444. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഈ ഇൻടോക്സിക്കേഷൻ എന്നാണെന്നറിയോ? ഓപ്പിയം ഒന്നുമല്ല, നമ്മുടെ പാക്കില്ലേ, ഈ അടയ്ക്കാവില്ല, അടയ്ക്കാവുന്നതിന് മുമ്പ് ഫുൾ റൈപ്പാകുന്നതിന് മുമ്പ് അതിൻ്റെ പാക്ക് മറ്റേ അതുകൊണ്ടാണ് ബ്രഷ് ചെയ്യുന്നതും രാവിലെ ഓഫീസിൽ വരുന്നത് ഇത് ചവച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, ബാർബറ, വാട്ട് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ബോസ്, ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഇൻടോക്സിക്കേഷനാണ്. അത് പിന്നെ ഏറ്റവും വലിയ അനുഭവം അതൊന്നുമല്ല. ഞാൻ മൗണ്ട് ഹാഗൻ, അന്നത്തെ പ്രൈം മിനിസ്റ്റർ പയസ് വിങ്റ്റിയുടെ സ്റ്റേറ്റാണ് മൗണ്ട് ഹാഗൻ. ഒരു വലിയ ഹൈവേ പോകുന്നു, ഉദാഹരണത്തിന് നമ്മുടെ ഒരു NH പോകുന്നു വിചാരിക്കുക. അപ്പോൾ ഒരു വശത്താണ് പയസ് വിങ്റ്റിയുടെ വില്ലേജ്, മറുവശത്ത് വേറൊരു വില്ലേജ്. അപ്പോൾ ഞങ്ങൾ അന്ന് പോയത് ഈ മറുവശത്തെ വില്ലേജിൽ സ്മോൾ ഹോൾഡർ കോഫി ഗ്രോവേഴ്സ് ഉണ്ട്, ഈ കാപ്പി കൃഷിക്കാരുണ്ട്. അവർക്ക് ADB കുറേയേറെ ലോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പ്ലസ് കൺകറൻറ്റ് ഇവാലുവേഷനും പോയത്. ഞങ്ങളവിടെ ചെന്നു. ഇറ്റ്സ് എ ഫ്രൈഡേ ഈവനിങ്.
ലിറ്റിൽ റിയലൈസിങ് ദാറ്റ് ദർ ഇസ് എ വീക്കെൻഡ്. ഞങ്ങളുടെ എൻ്റെ കൂടെ ഡയറക്ടർ അഗ്രികൾച്ചർ, ജോയിൻറ്റ് ഡയറക്ടർ അഗ്രികൾച്ചർ, പിന്നെ ഞങ്ങളുടെ 5 ഇക്കണോമിക് ഓഫീസേഴ്സ്, ഒരു വലിയ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മുതലാളി ബോസ് പുറയിലിരിക്കാന്നുള്ളതാണ്. അവിടെ എങ്ങനെയല്ല, ദ ബിഗ് ബോസ് മസ്റ്റ് ബി ഇൻ ദ ഫ്രണ്ട് അലോങ് വിത്ത് ദ ഡ്രൈവർ. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറുടെ പേര് ഡേവിഡ്. ഒരു പണ്ട് കാലത്ത് സായിപ്പ് ശീലിപ്പിച്ചവനാണ്, ഒരു നിക്കറൊക്കെ ഇട്ട്. അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് ഒരു 3-4 ഒരുത്തന് വലിയ ബുഷ് നൈഫുമായിട്ട് അവിടെ ഉണ്ട്, നാടൻ തോക്കുമായിട്ട് ഒരുത്തനുണ്ട്, വേറെ ഒരു ബുഷ് നൈഫുണ്ട്. ഇവർ ചെന്ന വഴിക്ക് തന്നെ സ്റ്റാർട്ടഡ് അബ്യൂസിങ് അസ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ. ഫ്രണ്ട് ചോദിച്ചു, യു ബ്ലഡി വൈറ്റ്. ഞാൻ ചോദിക്കുന്നത്, ആരെയും ഇവർ വൈറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ അവൻ ഇവിടെ തോക്ക് വെച്ചു. ഈ ടോക്ക് ടു യു ബ്ലഡി സാവേ, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് മനസ്സിലായ അവിടുത്തെ ടോക്ക് വിജയമില്ല. അപ്പോൾ ഞാൻ ഈ നമ്മുടെ മൂന്നാർ പോലെ സ്ഥലമാണ്, ഞാൻ സ്വെറ്റർ ഇട്ടിട്ടുണ്ട്, തണുപ്പുണ്ട്. ബിലീവ് മീ ബൈജു, I was sweating profusely within my sweater. കാരണം അവനൊന്ന് വലിച്ചു കഴിഞ്ഞാൽ തീർന്നു. ദൈവാധീനം കൊണ്ട്, ഐ ഡോണ്ട് നോ വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ആ സമയത്ത് ഒരു നല്ല താടിയുള്ള ഒരു പ്രായമുള്ള മനുഷ്യൻ, apparently he is a school master, he came, he said, hey bro, what's the matter? ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ ബ്ലഡ് ഈസ് പൈസ് ഫിങ് ടീ, മാൻ. ഞാൻ പ്രൈം മിനിസ്റ്ററുടെ ചാരനാണെന്ന് പറഞ്ഞാൽ പറയുന്നത്. ഇവർ ഈ ട്രൈബൽ എത്നിക് ഫൈറ്റ് നടക്കുന്നുണ്ട്, 2 വില്ലേജ് തമ്മിൽ. രാത്രിയില്ല, പകൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാരൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഹാങ് ഓൺ, ലെറ്റ് മീ ടോക്ക് ടു ദിസ് വൈറ്റ്. അപ്പോൾ എന്നെ ചോദിച്ചു, വാട്ട്സ് എ പ്രോബ്ലം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിന് വേണ്ടി വന്നതാണ്, ഈ സ്മോൾ ഹോൾഡർ കോഫി ഗ്രോവേഴ്സിൻ്റെ ഒരു സർവേക്ക് വന്നതാണ്, നാളെ മറ്റേ വില്ലേജിനും പോകേണ്ടതാണ്. പുള്ളി പറഞ്ഞു, ലുക്ക്, ദേ ആർ ഫുള്ളി ഡ്രങ്ക്, ഇൻടോക്സിക്കേറ്റഡ് ആണ്. അപ്പോൾ അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്നാണെന്നറിയോ, നിങ്ങൾ ഈ മറ്റവൻ പറഞ്ഞു, നീ പപ്പുനീഗിനിയൻ, നർപ്പള മാൻ പപ്പുനീഗിനിയൻ, നിങ്ങളെല്ലാവരും പപ്പുനീക്കാരെ, ഞാൻ മാത്രമേ വൈറ്റുള്ളൂ. അപ്പോൾ പ്ലാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പപ്പുനീനിക്കാരും പുറത്തേക്ക് ഇറങ്ങുക, ഈ വെള്ളക്കാരന് മാത്രം വണ്ടി ഡ്രൈവറും പുറത്തിറങ്ങാം, നിർത്തിയിട്ട് എന്നെ അകത്താക്കിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാം തീരുമാനിച്ചു. പ്ലാൻ ചെയ്തിരിക്കുക. പറഞ്ഞു. അപ്പോഴത്തെ പുള്ളി പറഞ്ഞു, ഡു വൺ തിങ്, നിങ്ങളാരും, ഇപ്പം ഞാൻ അവരോട് പറയാം, നമുക്ക് വഴിയുണ്ടാക്കാം, അയാളെ കൊല്ലാൻ നോക്ക്, പ്രോബ്ലമൊന്നുമില്ല, യു വിൽ കിൽ ഹിം, നോ പ്രോബ്ലം. ഞാനവിടെ കുറച്ച് ചേരും, ഐ വിൽ അബ്യൂസ് യു ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ, ഡോണ്ട് ഗെറ്റ് മീ റോങ്. പക്ഷേ ഞാൻ എൻ്റെ ഹാറ്റ് എപ്പോൾ പൊക്കുന്നോ ആ സമയത്ത് ടെൽ യുവർ ഡ്രൈവർ, ഇവർ കള്ളു കുടിച്ചിരിക്കുന്നതുകൊണ്ട് തോക്കിൻ്റെ ഉന്നം കിട്ടില്ല. എൻ്റെ ബൈജു, ഐ പ്രേഡ് ടു ഓൾ മൈ ഗോഡ്സ്, ദൈവമേ, അവസാനത്തെ ചാൻസാണിത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് മാറിയിട്ട് ഒരു വലിയ മരം നിൽപ്പുണ്ട്, ഇവരെ 3 പേരെയും കൂട്ടിയിട്ട് സംസാരിച്ചു. യു വിൽ ഡു ഇറ്റ്? യെസ് വിൽ ഡു ഇറ്റ്, വിൽ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു, ഡേവിഡ്, ഈ പറഞ്ഞ നേരം കണ്ട് അവൻ നല്ല ഡ്രൈവർ ആയതുകൊണ്ട് അവൻ അത് ശരിക്കും നെഗോഷിയേറ്റ് മാനുവർ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് വന്ന്. എൻ്റെ ഇടയ്ക്ക് ഗൺഷോട്ട് കേട്ടോ, ആണോ, ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ തലേ ദിവസം ഒരു ഹൈക്കോടതി, ഒരു സുപ്രീം കോടതി ജഡ്ജിയോ പപ്പുവ വാസ് ഷോട്ട് ഡെഡ് ദെയർ, ദ സെയിം ഹൈവേ. ഞാൻ വന്നു, ഞങ്ങൾ ഹോട്ടലിൽ വന്നു, മൗണ്ട് ഹാങ് ഹോട്ടലിൽ വന്നു. ആ രാത്രി ഐ ഡിഡ്ന്റ് ഹാവ് എ വിങ്ക് ഓഫ് സ്ലീപ്പ്. പക്ഷേ രാത്രിയിൽ പല ഹോട്ടലുണ്ട് അവിടെ, പല സ്ഥലത്തുനിന്നും ഗൺഷോട്ട് കേട്ടു. ഇത് എന്താണെന്ന് അറിയുന്നില്ല. പിറ്റേ ദിവസമാണ് അറിഞ്ഞത് 3 ഓസ്ട്രേലിയക്കാരൻ പൈലറ്റ്സിനെ അവർ വെടിവെച്ചു കൊന്നു. അത് വേറെ കോൺടെസ്റ്റ്. നേരം വെളുത്തൊന്നുമില്ല, കുളിച്ചു, ഡ്രസ്സ് മാറി, ഹോട്ടൽ ബില്ല് ക്ലിയർ ചെയ്തു, കൈം ടു ദ എയർപോർട്ട്. നേരെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ADB ഒരു മിഷൻ വന്നു. ഡോക്ടർ ജോർജ്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്, യു കെപ്റ്റ് ദി prestige of ADB. We want a terminal evaluation study to be conducted in Mount Hagen. We have selected you. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് സ്വർണം 1 കിലോ തന്നാൽ ഞാൻ പോകില്ല. പക്ഷേ അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോകുന്നത് അല്ലേ? അതെ, അത് ഇതിലും കുഴപ്പം പിടിച്ച സ്ഥലത്തേക്കാണ് പിന്നെ പോയത്. അഫ്ഗാനിസ്ഥാൻ വാസ് എ കൈൻഡ് ഓഫ്, എന്നെ അവർ നേരത്തെ സെലക്ട് ചെയ്തിട്ട് 6 ആഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇറ്റലിയിൽ UNDP FAO. I went to Afghanistan as the FAO team leader. FAOയുടെ
ടീം ലീഡറായിട്ട് എന്നതിൻ്റെ ഫുൾ ഫോം എന്താ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അത് UN-ന്റെ പാർട്ടാണ്. അതെ, ഭക്ഷ്യ കാർഷിക സംഘടന, യുണൈറ്റഡ് നേഷൻസിൻ്റെ WFP, വേൾഡ് ഫുഡ് പ്രോഗ്രാം പോലെ തന്നെയുള്ള FAO-യിലായിരുന്നു ആദ്യം WFP, പിന്നെ WFP വരെ വന്നതാണ്. അപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കാര്യമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ആ സമയത്താണ് അവിടെ ചെല്ലുന്നത്. റീബിൽഡിങ്. എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം? ഇതുപോലെ തന്നെ ദിവസം വെടിവെച്ചായിരിക്കുമല്ലോ അല്ലേ? അല്ല, അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തോക്ക് നേരെ വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ ഒരു സംഗതി, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് പോവാണ്, കാബൂളിൽ, UN ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാബൂളിൽ. അപ്പോൾ ഞങ്ങളുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാബൂളിലുള്ളത്. അതിന് ആവശ്യമില്ല. നിങ്ങൾ ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ എല്ലാം ഓവർടേക്ക് ചെയ്ത് പോകും. എല്ലാം ഈ റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, ഗോൾഡ് ചക്കറിൽ വരുമ്പോഴത്തേക്കും ആണ് ഈ മിസ്ക്രിയൻസ് ഈ ബോംബ് വയ്ക്കുന്നത്. വണ്ടിയുടെ സൈലൻസർ ഉണ്ടല്ലോ, അതിലേക്ക് ബോംബ് വയ്ക്കും, റിമോട്ട് അവിടെയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോകുന്ന രാവിലെ 7:30 ഓഫീസ് ചെല്ലണം, 7:30 ഓഫീസ് ടൈം. ഒരു 7 മണിക്ക് പോകും. ഒരു പ്രാവശ്യം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഉദ്ദേശം ഒരു 30 മീറ്റർ അകലെയുള്ള വേറൊരു വണ്ടി, ഒരു UN വണ്ടിയാണ്, അതിലേക്ക് മര വെച്ചു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് തീ ഗോളം ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. എവരിബഡി ഡൈഡ് ഇൻ ദാറ്റ്. UN-ന്റെ വണ്ടികൾക്ക് യാതൊരു സംരക്ഷണവും ഇല്ല. അങ്ങനെ UN വണ്ടികൾക്കാണ് സംരക്ഷണം ഒട്ടും പാടില്ലാത്തത്. മറ്റേ വണ്ടികളൊക്കെ സേഫാണ്. ഈ UN എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ആർ ടാർഗറ്റഡ്, യു ആർ പാർട്ട് ഓഫ് അമേരിക്ക എന്നുള്ളതായിരിക്കും. അബ്സല്യൂട്ട്ലി. എന്നാൽ നമ്മൾ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ്, പ്രശ്നം ഉണ്ടാക്കുക, അധിനിവേശക്കാരാണ് ഇവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേറെ അനുഭവം ഉണ്ടായത് ഹെരാത്ത്. ഒരു കാലത്ത് ഹെരാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൻ്റെ ഈ ഹിന്ദു ഈ സെമിനാരികൾക്ക് തുല്യമായിട്ട് ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു വലിയ സ്ഥലമായിരുന്നു ഹെറാത്ത്. അതിൻ്റെ ഹെറിറ്റേജ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ വലിയ കുഴപ്പമുള്ള സ്ഥലമല്ല. നമ്മുടെ ജലാലാബാദ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ ഒരു ശവകുടീരമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ പോയി, ഞങ്ങളുടെ ഭാഗമായിരുന്നു, സെമിനാറിൻ്റെ ഭാഗമായിരുന്നു, മീറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ വടക്കേന്ത്യയിൽ നിന്നുള്ള, ഡൽഹിയിൽ നിന്നുള്ള ഒരു ഫിലിം ഷൂട്ടിംഗ് ടീം കൂടെ ഉണ്ട്. അവരെ ക്ലീൻ ചെയ്യുന്നത്. ഈ സ്മൃതി സ്ഥലമൊന്നും ആരും ക്ലീൻ ചെയ്യാറില്ല, അതിന് നോക്കാറുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയല്ല തോറ ബോറ കേവ്സ്. തോറ ബോറ കേവ്സ് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അമേരിക്ക മറ്റവനൊക്കെ ശരിക്കും അവിടെ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി കണ്ടു. ഒരു പരിധി കഴിഞ്ഞാൽ അകത്തേക്ക് വിടില്ല അമേരിക്കൻ സോൾജിയേഴ്സ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വഴുതന പോലത്തെ, ടൊമാറ്റോ അല്ല വഴുതന പോലത്തെ കുറേ ചെടികൾ ഇങ്ങനെ വരുന്നുണ്ട് പാടത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം. അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഈ നാട്ടുകാരെ ആൾക്കാർ തോക്കും ഇട്ടുകൊണ്ട് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഓപ്പിയം, കഞ്ചാവാണ്. അപ്പോൾ ഞാൻ എനിക്കൊന്ന് കാണണം. അവർ വളരെ റിസ്ക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി മാറ്റിയിട്. ഞാൻ നടന്നു ചെന്നു. എന്നെ കണ്ട വലിയ തടിയുള്ള ആളൊന്നും അല്ലല്ലോ. ഞാൻ നാട്ടുകാരനോട് ചോദിച്ചു, അവനെക്കുറിച്ച് ഹിന്ദി അറിയാം, നമ്മുടെ ഹിന്ദി ഫിലിം അറിയാവുന്നുണ്ട്, അറിയാം, എല്ലാവരും കാണും. സലാം മാലിക്. സലാം മാലിക്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വിരോധമുണ്ടോ? ഓ, നോ പ്രോബ്ലം, അജോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, അവിടുത്തെ തന്നെ അട്ടാ മുഹമ്മദ്, അട്ടാ എ ഫോട്ടോ ചെയ്യൂ. അപ്പോൾ ഞാൻ അവിടെ പാടത്ത് ഞാൻ ചെറുതായിട്ട് മുട്ടിട്ട് വരുന്ന പൂക്കൾ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്, എൻ്റെ റിപ്പോർട്ട് കിടപ്പുണ്ട്, എടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, FAO റെപ്രസെൻറ്റേറ്റീവ് ചോദിച്ചു, ഡോക്ടർ ജോർജ്, ആർ യു ഔട്ട് ഓഫ് യുവർ വിറ്റ്സ്? യു ആർ ഗോയിങ് ടു ബി മർഡേർഡ് യുവർ സെൽഫ് ആൻഡ് മാർട്ടിയർ. ഫ്രഞ്ചുകാരനാണ്. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, ഇഫ് ദേ മർഡർ മീ ദേ വിൽ ബി മർഡറിങ് ദംസെൽസ്. നിങ്ങളെപ്പോലെ ആൾക്കാരെ കൊന്നതിന് ശേഷം എന്നെ കൊല്ലുള്ളൂ. കാരണം ഞാൻ എവിടെ ചെന്നാലും അവർ പറയും, യു ഇന്ത്യക്കാരെന്നല്ല വന്നേ, ഹിന്ദു എന്ന് ഉദ്ദേശിക്കുന്ന ഹിന്ദു അല്ല, ഇന്ത്യക്കാരൻ ഉദ്ദേശിച്ചത് ഹിന്ദു. ഇഷ്ടമാണോ ഹിന്ദു? പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പാകിസ്ഥാൻ അവർക്ക് ഇഷ്ടമല്ല. കം വൈട്ടോ. ഈ ഇവരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് പ്രവേശനമൊന്നുമില്ല. ഒരു ചാർപ്പായി ഉണ്ടാവും. ഈ ചാർപ്പായി എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, സാധാരണ കട്ടിലെ ചണത്തിൻ്റെ ഇതുകൊണ്ട് കെട്ടിയതാണ്. അതിലിരിക്കും. അപ്പോൾ അവരെല്ലാവരും തന്നെ ചമ്പരം പടിഞ്ഞ് കയറിയിരുന്നു. നമുക്ക് ഗ്രീൻ മറ്റേ ചായ, കട്ടൻ ചായ കിട്ടും, ബ്രൗൺ ടീ, ലാൽ ചായ ഉണ്ടാവും, എന്തെങ്കിലും കുറിക്കാനുള്ള മിഠായിയൊക്കെ ഉണ്ടാവും. കഴിച്ചു. അവിടെ വീട്ടിൽ സ്ത്രീകളുണ്ടോ എന്നൊന്നും കാണാൻ പറ്റില്ല, അവരാരും പുറത്ത് വരുമില്ല. നല്ല ആതിഥ്യ മര്യാദയുള്ളവരോ? പക്ഷേ ഭയങ്കര ആതിഥ്യ മര്യാദ. ഒരു പക്ഷെ നമ്മൾ
കേരളത്തിൻ്റെ അതേ ആതിഥ്യ മര്യാദ തന്നെ കബൂളിലെ അഫ്ഗാനിസ്ഥാനിലെ പല സ്ഥലത്തും. പക്ഷെ ആവറേജ് നോക്കിയാൽ ഒരു കുടുംബത്തിൻ്റെ ആവറേജ് സൈസ് 9, 10, 12. ഈ ബഹുഭാര്യത്വം അപ്പോൾ സുലഭമായിട്ടുണ്ട്. അതിൽ തമാശതല്ല, ആദ്യത്തെ ഭാര്യയും 2-3 പിള്ളേരുണ്ടാവും. രണ്ടാമത് ഭാര്യയെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവളും ഇവളും തമ്മിൽ വലിയ അടിയായിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൂന്നാമത്തെ ഭാര്യ വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും തമ്മിൽ വലിയ ചങ്ങാത്തമായിരിക്കും. മറ്റെവിടെയായിരിക്കും കോമൺ ശത്രു. പക്ഷേ ഇവർക്കെല്ലാവർക്കും ആദ്യകാലങ്ങളിൽ ഒറ്റ വീടായിരുന്നു. ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ വീടുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് വേറെ സംഗതിയുള്ളത്. പക്ഷേ ഈ താലിബാൻ ഭരണത്തിന് മുമ്പ് മുജാഹിദീൻ ഭരണമുണ്ട്. ആ ഭാഗത്ത് ആ സമയത്ത് ഈ വിദ്യാഭ്യാസം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഈ ഇലക്ട്രിക് പോസ്റ്റുകളുണ്ടല്ലോ, ലാമ്പ് പോസ്റ്റുകൾ, അതെല്ലാം സ്റ്റേറ്റിൻ്റെ ഇത് സിമ്പിളാണ്. ചില ഇലക്ട്രിക് പോസ്റ്റുകളിൽ 8ഉം 9ഉം ഈ ഗൺ ഷോട്ടുകളിലെ ബുള്ളറ്റ് പാടുകൾ കാണുന്നുണ്ട്. ഒരു തലമുറ ദ വെൻ വിത്തൗട്ട് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് എന്താ ലെവൽ ഓഫ് ലിറ്ററസി എമംഗ് വിമൻ ഈസ് ലെസ് ദാൻ 18%. ചില സ്ഥലത്ത് ഒട്ടുമില്ല. പ്രധാനപ്പെട്ട കൃഷി ഇപ്പോൾ അന്നുണ്ടായിരുന്നത് വീറ്റ്, റൈസ്, പൊട്ടറ്റോ, മറ്റു പച്ചക്കറി ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള എന്നാണെന്നറിയോ? ഓപ്പിയം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പിയം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ. ഇതിൽ ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ ഈ ഇവിടെ ഇങ്ങനെ ഓപ്പിയം കൃഷി ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അയൽവാസി ഇന്നലെ വരെ ദരിദ്രവാസിയായിരുന്നു. അവനിപ്പോൾ സ്കൂട്ടറുണ്ട്, കാറുണ്ട്, ട്രാക്ടറുണ്ട്. എനിക്ക് പഴയ സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഞാൻ പഴയ ഒരു സ്കൂൾ ടീച്ചറാണ്. ലഘുലയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറക്കിയിടുന്നുണ്ട്, ആകാശം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ദൈവികമല്ല, ഖുറാന് തെറ്റാണ് ചെയ്യുന്നത്. ഹൂ ബോദേഴ്സ്? ഒരു ഏക്കറിൽ ഒരു ബിക വീറ്റ് കൃഷി ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഇത്ര കാശ് കിട്ടുള്ളൂ. ഈവൻ അഡ്വാൻസായിട്ട് ഓപ്പിയം കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യും, ഇത്ര കാശ് തരുന്നത്. പീപ്പിൾ അൾട്ടിമേറ്റ്ലി വാട്ടർ സേക്സ് ഇറ്റ്സ് ഓൺ ലെവൽ. തന്നെയല്ലത് നിയമവിരുദ്ധമായിട്ട് കരുതുന്നുമില്ലെങ്കിൽ പിന്നെ അതങ്ങ് ചെയ്യരുതെന്നുള്ളൂ അല്ലേ. പിന്നെ ഒരു ചെറിയ ട്രയാങ്കിളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഹീറോയിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരെ നമ്മുടെ പാകിസ്ഥാനിലേക്ക് വന്നിട്ട് ഒരു അക്യൂസേഷനായിട്ട് ഇറ്റ്സ് നോട്ട് വെൽ ഫൗണ്ടഡ്. ISI വഴി അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ സംഘടന. കാരണം ഈ IS നമ്മുടെ പാകിസ്ഥാൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലിലുള്ള പലരെയും പിടിച്ചിട്ടുണ്ട് യൂറോപ്പിൽ വെച്ചിട്ട്. അങ്ങനെ എത്ര കാലം ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ? ആദ്യത്തെ 2 വർഷം FAOയുടെ ടീം ലീഡർ, പിന്നെ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അവരെന്നെ 2 വർഷത്തേക്ക് വീണ്ടും വെച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടില്ല, സംഗതി കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഐ വാസ് അപ്പോയിൻറ്റഡ് ആസ് ഇൻ്റർനാഷണൽ അഡ്വൈസർ ഫോർ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഫോർ റുവാണ്ട. ഉഗാണ്ടയുടെ അപ്പുറമുള്ള മനോഹരമായ നമ്മുടെ ഏറ്റവും ഞാൻ പോയിട്ടില്ല, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ക്ലീനസ്റ്റ് കൺട്രി അല്ലേ റുവാണ്ട? ക്ലീനസ്റ്റ് ആണ്. തന്നെയല്ല, എത്ര സുന്ദരികളായ പെൺകുട്ടികളാണെങ്കിൽ രാത്രിയിൽ 1 മണിക്കോ 2 മണിക്കോ നടന്നു പോകാം. ആഫ്രിക്കയാണെന്ന് തോന്നാത്ത രാജ്യമാണ്. അതെ. പക്ഷേ 10 വർഷത്തോളം ഈ ദുരിത ബാധിത സ്ഥലങ്ങളിലായിരുന്നു ജീവിതം അല്ലേ? അതെ. അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ആരെങ്കിലും കൊല്ലപ്പെടുന്നൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ. അബ്സല്യൂട്ട്ലി. കാരണം അവിടെ പ്രശ്നമല്ല. കാരണം ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അവിടെ ഇത് കോൾഡ് ബ്ലഡഡ് മർഡറാണ്. അത് സാധാരണ തോക്കൊന്നുമല്ല, കത്തി കൊണ്ട് കഴുത്തറുത്ത് വന്ന ഈ നമ്മൾ ഈ കോഴിയെ കഴുത്തില്ലേ അതുപോലെ. എന്തെങ്കിലും അഫ്ഗാനിസ്ഥാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ ഇനിയുള്ള കാലം? അഫ്ഗാനിസ്ഥാൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. കണ്ടമാനം വിഭവസമർത്ഥമുള്ള രാജ്യമാണിത്. പ്രത്യേകിച്ച് മിനറൽസ്, ചില പ്രത്യേക മിനറൽസ്. നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടിക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി ഉണ്ടല്ലോ, ലിത്തിയം നല്ലൊരു അവിടെ സ്റ്റോക്കുണ്ട്. അതുപോലെ വേറൊരു മിനറലുണ്ട് നമ്മുടെ ഈ റോക്കറ്റിന് ഉപയോഗിക്കുന്നത്, അത് കണ്ടമാനം സ്റ്റോക്കുണ്ട്. അതാണ് അമേരിക്ക ഇൻട്രസ്റ്റ് ആയിരുന്നത് അവിടെ. അത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഡ്യൂക്കേഷൻ ഉണ്ടാവണം, ലിറ്ററസി കാര്യമായിട്ടുണ്ടാവണം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 അവിടുത്തെ അഫ്ഗാൻ വിദ്യാഭ്യാസമുള്ളവരാണ്. അവരെന്ത് ചെയ്യുന്നറിയാം, ആ സമയത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഹിസ് നെയിം നൂർ എന്ന് പറഞ്ഞു,
ഡോക്ടർ നെക്സ്റ്റ് വീക്ക് ഐ വോണ്ട് ബി ഹിയർ. അവൻ എൻ്റെ കൗണ്ടർ പാർട്ടാണ്. ഞാൻ പറഞ്ഞു വൈ വാട്ട് ഹസ് ഹാപ്പൻഡ്, ദാറ്റ് വിൽ ടെൽ യു ലേറ്റർ. അവൻ ആ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുങ്ങി. അവനിപ്പോൾ എവിടെയോ യൂറോപ്പിൽ എവിടെയോ അസൈലത്തിൽ കഴിയുകയാണ്, രക്ഷപ്പെട്ടു. അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാർ പോയിട്ടുണ്ട്. ഇവർ രക്ഷപ്പെടാനുള്ള സംഗതി ഒന്നുകിൽ ഒന്നാമത് ലിറ്ററസി ഉണ്ടാവണം, രണ്ടാമത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വേണം. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനത്ര എളുപ്പമല്ല. രണ്ടാമത് ഇനിയിപ്പോൾ റഷ്യയും അമേരിക്കയും ഏതാണ്ട് ഒത്തു വന്നതുകൊണ്ട് വിമൻ എംപവർമെൻറ്റ് ഒത്തിരി നടന്നായിരുന്നു. ആ വിമൻ ശക്തീകരണം ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. ഒരു കാലത്ത് ഈ കാബൂൾ ആയിരുന്നു ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ഓഫ് ഹണിമൂണേഴ്സ്. ആ സമയത്താണ് ഈ അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ രാജ്യമായി വന്നത്. അതെ, അന്ന് ഈ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര ഗംഭീരമായ നൈറ്റ് ലൈഫും ഒക്കെ ഉള്ള തകർപ്പൻ സ്ഥലമായിരുന്നു അത്. അതിന് ഒരു തമാശ ഉണ്ട്. ഞങ്ങൾക്ക് 2 ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ പോരാം യുഎനിൽ. അപ്പോൾ ഞാൻ വന്ന് ചെല്ലുമ്പോഴത്തേക്കും 2 ആഴ്ച ലീവ് കഴിഞ്ഞ് അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ 100 വന്ന് പറഞ്ഞു, ബോസ് ദെർ ഇസ് സം പ്രോബ്ലം. ഞാൻ പറഞ്ഞു വാട്ട് ഹസ് ഹാപ്പൻഡ്? ദാറ്റ് അമേരിക്കൻ ഗേൾ സാറ ഷീ ഗോട്ട് ഇൻ ടു ട്രബിൾ. ഞാൻ പറഞ്ഞു വാട്ട് ഹസ് ഹാപ്പൻഡ്? അവൾ ഒരു വെള്ളിയാഴ്ച നമ്മുടെ അട്ടാ മുഹമ്മദ് 7 പിള്ളേരുടെ അച്ഛനവൻ, അവനെയും കൂട്ടിക്കൊണ്ട് മുഗൾ ഗാർഡൻസ് കാണാൻ വേണ്ടി പോയതാണ്. ഇവൻ കയറിയിട്ട് അവളെ പീഡിപ്പിച്ചെന്നാണ് ഇവൾ പറയുന്നത്. ഇവൻ പറയുന്നുണ്ട് അള്ളാ കസം സാറേ ഞാൻ ചെയ്തിട്ടില്ല. ഏതായാലും എൻക്വയറി വെച്ചു. അപ്പോൾ എന്നോട് ഞങ്ങളുടെ FAO റെസിഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ചോദിച്ചു, ഡു യു തിങ്ക് ഹീ ഈസ് എ ഓണസ്റ്റ് മാൻ? ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവത്തിൽ I know him for the last 2 years. I know he is a decent fellow. He's a family man with 7 children or something. അപ്പോൾ അങ്ങനെ പറഞ്ഞു, that doesn't mean that no, he cannot rape a white woman. ഞാൻ പറഞ്ഞു I don't know that. ഒരു കമ്മീഷൻ വെച്ചു, ബുദ്ധിമാരാണ് ചെയ്തത്. അഫ്ഗാൻകാരെ സെക്യൂരിറ്റിക്കാരെ വെച്ചിട്ട് ഡ്രൈവർമാരെ വെച്ചിട്ട് കമ്മീഷൻ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവൻ പ്രശ്നക്കാരനായിരുന്നു. അല്ലെങ്കിൽ സാറാ പറഞ്ഞു, ഒരു ചെറിയ പെണ്ണ, അവൾ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, റെപ്രസെൻറ്റേറ്റീവ് ഐ എം ഗോയിങ് ടു മൈ എംബസി ടു ലോഡ്ജ് എ കംപ്ലയിൻറ്റ് അഗൻസ്റ്റ് യു. അയാൾ പേടിച്ചു, അമേരിക്കൻ ലോയേഴ്സ് മേ കം ആൻഡ് പുട്ട് മീ ഇൻ ട്രബിൾ. അതൊക്കെ കരിയർ ആവശ്യമാണല്ലോ. അങ്ങനെ അട്ടാ മുഹമ്മദ് പാവം വീണ്ടും ജോലിയില്ലാതെ പോയി. അപ്പോൾ അവനെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാബ് മേ കുച്ച് ന കുച്ച് ദിഖാവോ. ഞാൻ നിനക്ക് വഴിയാൻ പറഞ്ഞുതരാം. ഇനി FAOയിൽ നിനക്ക് സാധ്യതയില്ല. വേറെ നമുക്ക് UNDP ഉണ്ടല്ലോ. നിൻ്റെ കേസ് അറിയില്ലാത്ത UNDPയിലേക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്യണം, ഇനി മേലാൽ ഇതുപോലെയുള്ള വൃത്തികേട് കാണിക്കരുത്. തൊലി വെളുത്തതുകൊണ്ട് നിന്നെ ചിലയെന്ന് വികാരം വരരുത്. അല്ല ഞാൻ അങ്ങനെയല്ല സാർ, ഇവളുടെ ഡ്രസ്സിങ് പാറ്റേൺ വളരെ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച പ്രകോപനം ഉണ്ടാകാതെ നോക്കണമായിരുന്നു നീ. നിൻ്റെ പിന്നെ അവൻ ഒരു പണി കിട്ടിയിട്ടോ, ടെമ്പററി കിട്ടിയത്. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. പിന്നെ അഫ്ഗാനിസ്ഥാൻ ജലാലാബാദ് ചെല്ലുമ്പോഴത്തേക്കും എല്ലാ രാത്രിയിലും ടിം 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 എന്ന് പറഞ്ഞ് ഗൺ ഷോട്ട് കേൾക്കാം. അതാണ് നൈറ്റ് ലൈഫ്. നൈറ്റ് എന്തായാലും ഈ പറഞ്ഞ പോലെ സംഭവബഹുലമായ ജീവിതമാണ്. അതിനുശേഷവും ഡോക്ടർ എന്ന് വിളിക്കുന്നത് MBBS ഡോക്ടർ അല്ല കേട്ടോ, അദ്ദേഹം PhD ആണ്. അപ്പം അതിനുശേഷം ഇപ്പോൾ വേൾഡ് മില്ലറ്റ് ഫൗണ്ടേഷൻ അല്ലേ, ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ജനറലായിട്ടും ഫൗണ്ടറാണ്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോറം, സുസ്ഥിര വികസന ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും വർക്ക് ചെയ്യുന്നു. 170 സെമിനാറുകൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് തീർത്തു. അതിന് മുമ്പ് നമ്മുടെ KPP നമ്പ്യാർ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. അദ്ദേഹം UN പഴയ ഡയറക്ടറാണ്. ജോസ് ചാക്കോ പെരിയപ്പുറമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ കീനോട്ട് സ്പീക്കർ. അപ്പോൾ അങ്ങനെ വിശ്രമ ജീവിതമൊന്നും അല്ല, മിക്ക ദിവസവും തിരക്കാണ്. എങ്കിൽ പോലും ഇപ്പം വെടിവെച്ച ഒന്നും കേൾക്കാത്തതുകൊണ്ട് സുഖമായി പറയാൻ പറ്റുന്നുണ്ടല്ലേ. ഇപ്പം കേൾക്കുന്നത് മൂവാറ്റുപുഴയാറിലെ വല്ലപ്പോഴും ആൾക്കാർ മീൻ പിടിക്കുന്ന ജീവിക്കുകയാണ്. ഭാര്യ ഇപ്പം ഭാര്യയും വിശ്രമ ജീവിതം തന്നെ അല്ലേ. അതെ, കുട്ടികൾ ഇല്ല എന്നാണ് ഇല്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചതിന്. എന്തായാലും ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ്. വാഹനം ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഏതാണ് വണ്ടി? എൻ്റെ ഒരു EV ടാറ്റ EV ആണ്. നെക്സോൺ ആണ്. ഓക്കെ. അപ്പോൾ വണ്ടി ഭംഗിയായിട്ട് സൂക്ഷിക്കാനുള്ള ഒന്നിൻ്റെ ചെറിയ സാധനങ്ങളാണ് തരുന്നത്. നമ്മുടെ വണ്ടിയുടെ ആളാണല്ലോ. അതെ. അപ്പോൾ ഇവിടുത്തെ കൊച്ചിയിലൊരു പ്രമുഖ കാർ ഡീറ്റെയിലിംഗ് സെൻറ്റർ റോഷോ തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റാണ്, വാഹനം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ.
തൊട്ടടുത്ത് മൂവാറ്റുപുഴയാറുള്ളതുകൊണ്ട് വെള്ളത്തിനും ക്ഷാമമൊന്നുമില്ലല്ലോ. താങ്ക് യു താങ്ക് യു സോ മച്ച്.